ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നത് നോക്കാം. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് ആവശ്യമുള്ള പ്രേക്ഷകർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്, സേൽസ് ടീമിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഉണ്ട്, എന്നെ അവിടെ ഫോളോ ചെയ്യുക. ആൻഡ് എൻ്റെ മറ്റൊരു ചാനലായ എൻലൈറ്റൻ എൻചാർട്ടഡ് 1111 അവിടെ ഒരു പുതിയ പിക്ക് എ കാർഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇന്നത്തെ ദിവസം പ്രേക്ഷകർ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ജോലിപരമായിട്ട് ഒരു വ്യത്യാസം നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഏറെ ജോലി ചെയ്യുന്നുണ്ട്, ടൈം എടുത്ത് ചെയ്യുന്നുണ്ട്, ഓർ എൽസ് നിങ്ങൾ സ്മാർട്ട് വർക്കിലേക്ക് മാറുകയാണ്. ഇവിടെ പറയുന്നത് ഒരാൾ അഭിപ്രായം പറയുന്നുണ്ട്. ഓക്കെ, സോ ആ അഭിപ്രായത്തെ ഒന്ന് കേൾക്കൂ. ഓക്കെ, ബിക്കോസ് ഈ പറയുന്ന ആൾക്ക് നല്ലപോലെ എക്സ്പീരിയൻസ് ഉള്ളതാണ്, ചില പ്രേക്ഷകർക്ക് മാത്രമാണ്. സോ ഈ എക്സ്പീരിയൻസിനെ ഉപയോഗിക്കൂ എന്നത് പറയുന്നുണ്ട്. ആൻഡ് ചില പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളുടെ വാണിയെ ശ്രദ്ധിക്കൂ. ഓക്കെ, ദേഷ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ദേഷ്യത്തിലിരിക്കുമ്പോഴോ മറ്റൊരാൾ ട്രിഗർ ചെയ്യുമ്പോഴും പറയാൻ പാടില്ലാത്ത വാക്കുകളോ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുത്. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങളുടെ സീനിയേഴ്സ്, ഓക്കെ, നിങ്ങളുടെ എൽഡേഴ്സ് എന്താണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ഫീൽഡിൽ ആരാണോ മുതിർന്നവർ അവരുടെ വാക്ക് കേൾക്കൂ. അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ അവരുടെ വാക്ക് കേൾക്കൂ എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം സാമ്പത്തിക നേട്ടങ്ങൾ പ്രേക്ഷകർക്കുണ്ട്. ഓക്കെ, സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല, പല പ്രേക്ഷകർക്ക് ഗിഫ്റ്റ്സ് ലഭിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ നല്ല വാക്ക് ലഭിക്കാം. ഓക്കെ, നെയിം ആൻഡ് ഫെയിമും വർധനവ് ഇവിടെ ഉണ്ട്. പ്രേക്ഷകരോട് പറയുന്നത് പ്രേക്ഷകരുടെ മുമ്പിൽ ഏറെ സത്യങ്ങൾ കൊണ്ടുവന്ന് തരുന്നുണ്ട്, അതിനെ 1 by 1 അംഗീകരിക്കൂ എന്നതാണ് പറയുന്നത്. സോ ഒരു സത്യം വരുന്നുണ്ട്, അത് ഓൺലൈൻ ആകാം, ടെക്സ്റ്റ് ആകാം, വീഡിയോ ആകാം, കോൾ ആകാം, അല്ലെങ്കിൽ ഇൻ പേഴ്സൺ ആകാം. ഓക്കെ, പക്ഷേ ഈ ഒരു സത്യം വലിയ മേജർ ബ്രേക്ക് ത്രൂ ഒന്നുമല്ല, ചെറിയൊരു കാര്യമാണ്, ഓൾമോസ്റ്റ് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഈ ഒരു സത്യം വരുമ്പോൾ ചില പ്രേക്ഷകർക്ക് വളരെയധികം ട്രാപ്ഡ് ആയെന്നുള്ള ഒരു എനർജി കിട്ടിയേക്കാം. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ട്രാപ്പിലാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് ഇവിടുന്ന് വെളിയിലിറങ്ങാൻ പറ്റില്ല എന്നുള്ള എനർജിയിലാണ് വരുന്നത്. ഓക്കെ, സോ അത് എന്ത് കാര്യമാണെങ്കിലും സമാധാനത്തെ കേൾക്കുക, ദൈവത്തിന് സറണ്ടർ ചെയ്യുക, ആൻഡ് ദൈവത്തിന് താങ്ക് യു പറയുക. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നത്. നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിനുള്ള സമാധാനം പെതുക്കെ പ്രേക്ഷകരുടെ ജീവിതത്തിൽ വരുന്നുണ്ട്, പക്ഷെ വരാൻ ഇനിയും സമയമെടുക്കും. ഓക്കെ, പെതുക്കെയാണ് ഈ ഒരു ഇൻഫോർമേഷൻ, ഈ ഒരു വാർത്ത, ഈ ഒരു പുതിയ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ഓക്കെ, മൂൺ, 7 of Pentacles, 6 of Cups, Chariot. പ്രേക്ഷകരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. അത് ജോലി സ്ഥലത്താകാം, നിങ്ങളുടെ കൊലീഗ്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ എനിമി പാർട്ട്നേഴ്സ് ആകാം. ഓക്കെ, സോ ആരാണെങ്കിലും അവരെ ഒന്ന് ശ്രദ്ധിക്കൂ, അവരെന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത്, പറയുന്നതാണോ ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. 7 of Pentacles ആണ് വന്നത്. കാരണം പ്രേക്ഷകരുടെ ജോലിയിൽ അല്ലെങ്കിൽ പ്രേക്ഷകർ ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഇടാൻ ആൾക്കാരുണ്ട്. അവരുടെ ആഗ്രഹം നിങ്ങൾ എന്നും ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് അത് ജസ്റ്റ് ആലോചിച്ചുകൊണ്ടിരിക്കണം എന്നത് മാത്രമാണ്, അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. സോ ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ബിലീവ് ചെയ്യൂ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എപ്പോൾ പറയുന്നു അത് അന്നേരം ചെയ്യൂ. 6 of Cups ആണ് വന്നിരിക്കുന്നത്, ആൻഡ് ചാരിയറ്റ് ആണ് വന്നിരിക്കുന്നത്. 6 of Cups കാണിക്കുന്നത് പണ്ട് കാലത്തെ നല്ല ഓർമ്മകളാണ്. സോ അത് പ്രേക്ഷകർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, നല്ല ഓർമ്മകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്, സുഖ ഉറക്കം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇൻസോംനിയ ഏറെ ഉണ്ടായിരുന്നെങ്കിലോ, സ്ട്രെസ്സോ എങ്സൈറ്റി ഡിപ്രഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിലേറെ കുറവ് ആകുന്നുണ്ട്. ഓക്കെ, ചില പ്രേക്ഷകരുടെ ജോലി എന്ന് പറയുന്നത് പൂക്കളുമായിട്ട് റിലേറ്റഡ് ആയിരിക്കാം, ബൊക്കേസ് ഉണ്ടാക്കുന്നത് അങ്ങനെ ആയിരിക്കാം, അത് വളരെയധികം സക്സസ് ആകുന്നതാണ്. ചാരിയറ്റ് കാർഡ് ആണ് വന്നത്. ചാരിയറ്റ് കാർഡ് കാണിക്കുന്നത് പ്രേക്ഷകർ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഓക്കെ, അതിന് 100% കൊടുക്കുകയാണെങ്കിൽ ചാരിയറ്റ് കാർഡ് വിജയം ആണ് നൽകുന്നത്. ഓക്കെ,
All right. മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ്. പ്രേക്ഷകർക്ക് പല ചോദ്യങ്ങൾ മനസ്സിലുണ്ടാകാൻ, വെതർ ഇത് ശരിയാണോ അല്ലയോ, ഈ ഡിസിഷൻ എടുക്കണോ വേണ്ടയോ. പ്രേക്ഷകരോട് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യൂ. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ ആ കാര്യങ്ങളിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പ്രേക്ഷകർക്ക് പറ്റുന്നതാണ്. ഹെൽപ്ഫുൾ പീപ്പിൾ. പ്രേക്ഷകരുടെ ചുറ്റിന് ആൾക്കാരുണ്ട് സഹായിക്കാൻ. ഈ ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ ഏഞ്ചൽസ് ഉണ്ട്. ഏഞ്ചൽസിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഹെൽപ്പ് ഉടനെ കിട്ടുന്നതാണ്. ബിഗ് ഹാപ്പി ചേഞ്ചസ്. പ്രേക്ഷകരുടെ ജീവിതത്തിൽ ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് വരുന്നത്. ആൻഡ് ഇറ്റ്സ് എ യെസ്. ബ്യൂട്ടിഫുൾ കാർഡ് ടു എൻഡ്. സി, ബിഗ് ഹാപ്പി ചേഞ്ചസ് ആൻഡ് യെസ് ആണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ 2 ടിപ്സ് ആണ് ഞാൻ നൽകാൻ പോകുന്നത്. ഒന്ന്, പ്രേക്ഷകർ ഒരു കാര്യം ജയിച്ചു അല്ലെങ്കിൽ വിജയിച്ചു. ഓക്കെ, അത് പഠിക്കുന്ന കാര്യമാകാം, അല്ലെങ്കിൽ കോമ്പറ്റീഷൻസ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വന്തം ബിസിനസ് നിങ്ങൾ തുറന്നു എന്നതാകാം, നിങ്ങൾ ചെയ്ത വർക്കിന് നിങ്ങൾക്ക് റിക്കഗ്നിഷൻ ലഭിക്കുന്നു അല്ലെങ്കിൽ അവാർഡ് ലഭിക്കുന്നു എന്നതാകാം. എന്താണേലും അതിനെ മനസ്സിലൊന്ന് ധ്യാനിക്കൂ, എന്നിട്ട് യെസ് യെസ് യെസ്. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ലഭിച്ചു എന്നത് അറിയിച്ചുകൊണ്ട് യെസ് 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 പറയുക. ഓക്കെ, 3 times. ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്, നല്ലൊരു കാർഡാണ്. നല്ല ചാൻസസ്, നല്ല ഓപ്പർച്യൂണിറ്റീസ് പ്രേക്ഷകരുടെ ലൈഫിൽ കൊണ്ടുവരാൻ നല്ല ചാൻസാണ് ബിഗ് ഹാപ്പി ചേഞ്ചസ്. സോ അതിന് പ്രേക്ഷകർക്ക് ചെയ്യാനുള്ളത്, ഒരിടത്തിരിക്കുക. ഓക്കെ, മെഡിറ്റേഷൻ ഫോമിലിരിക്കുക, ആലോചിക്കൂ എന്ത് കാര്യമാണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കൊണ്ടുവരുന്നത്. ആ കാര്യം എന്തെന്ന് മനസ്സിലായാൽ ഒരു പേപ്പറിൽ എഴുതൂ. ഓക്കെ, ഒരു പേപ്പറിൽ എഴുതൂ. ആ പേപ്പറിൻ്റെ മേളിൽ ബിഗ് ഹാപ്പി ചേഞ്ചസ്, ഐദർ ഈ കാർഡ് ഉണ്ടെങ്കിൽ കാർഡ് വെക്കൂ, അല്ലെങ്കിൽ പേപ്പറിൽ ബിഗ് ഹാപ്പി ചേഞ്ചസ് എഴുതിയിട്ട് അത് സെൻറ്ററിൽ വെക്കൂ. അത് കഴിഞ്ഞിട്ട് വിഷ്വലൈസ് ചെയ്യൂ എന്തൊക്കെ ഹാപ്പി ചേഞ്ചസ് ആണ് വേണ്ടത്. അത് പേപ്പർ ആൻഡ് നോട്ട്ബുക്കിൽ എഴുതി വെക്കൂ. ഓക്കെ, എന്തൊക്കെ ഹാപ്പി ചേഞ്ചസ് വേണം. ആൻഡ് ദെൻ അതിനെ നന്ദി പറയൂ, ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യൂ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓൾ റൈറ്റ്, സോ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ കാർഡ്, ദറ്റ് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആൻഡ് യെസ്. അതുകൊണ്ട് വേറൊരു കാർഡ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓൾ റൈറ്റ്, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.